കോസ്റ്റ്ലി ഹോബി ഒക്കെ ബൈ ദ ബൈ. മഴ കാണുന്നത് വേറെ ലെവൽ ഫീൽ ആണ്. അത് പറഞ്ഞ മഴ തീർന്നു. കാർത്തിക് ബ്രോ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വാട്ട് ഈസ് ദിസ്? താങ്ക് യു സാറേ. ഇത് ഞാൻ എങ്ങനെ ഇടായിരുന്നത്? Hey guys, welcome to a പുതിയ എപ്പിസോഡ് ഓഫ് അൺബോക്സിംഗ് വിത്ത് കാർത്തിക് സൂര്യ. ഗൈസ്, ഇന്നത്തെ അൺബോക്സിംഗിന് നമുക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്, ഗസ്റ്റ് ഉണ്ട്. ആ ഗസ്റ്റിന്റെ പേരാണ് മന്ദാര കണ്ണൻ. കണ്ടോ, എന്റെ കണ്ണിന്റെ സൈഡിലായി അവൻ മന്ദാരം അടിച്ച് നിൽക്കുന്നത്. എവിടെ നിന്നാണെന്ന് അറിഞ്ഞൂടാ ഗൈസ്. ഷൂട്ടപ്പോഴൊക്കെ തുടങ്ങാറാവും, അപ്പോഴൊക്കെ എന്റെ മുഖത്ത് ഇതുപോലുള്ള ഏതെങ്കിലും ഒരു ഈനാം പേച്ചി വന്ന് കയറുന്നതായിരിക്കും. എന്തായാലും ഗൈസ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്ന് നമുക്ക് ഒരുപാട് സാധനങ്ങൾ അൺബോക്സ് ചെയ്യാനുണ്ട് ഗൈസ്. പക്ഷെ അതിന് മുന്നേ നമുക്ക് ഒരു കാര്യം കാണിച്ചു തന്നോട്ടെ. വീട്ടിലുണ്ടല്ലോ ഗൈസ്, നമ്മൾ കട്ടനിട്ട് ഗംഗയുടെ പരിപാടിക്ക് അന്ന് അവർ വന്നപ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഇരുത്താൻ പറ്റാത്തത് മറ്റേ എറമ്പൽ അടിക്കുന്നത് കൊണ്ടാണ്. ബൈ എറമ്പലിനെ നിങ്ങൾ അവിടെ എന്താ പറയുന്നത്? അതായത് ഇങ്ങനെ ഇതിന്ന് വീഴുന്ന വെള്ളം അടിച്ചകത്തോട്ട് കയറുന്നതിന് എന്തെങ്കിലും ഒരു വാക്ക് പറയില്ല, അതെന്താ പറയുന്നത്? നോക്ക് ഗൈസ്. അപ്പോൾ ഇത് ഫുള്ളും താത്തിയിട്ട് കഴിഞ്ഞാൽ അകത്തോട്ട് മഴയേ അടിക്കില്ല. ഇപ്പം മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക് ഇതൊരു മുക്കാ ഭാഗം താത്തിയിട്ട് ഇവിടെ ഇരിക്കാൻ ഭയങ്കര ഫീലാണ് ഗൈസ്. അല്ലേ മന്ദാര കണ്ണ? ഓക്കെ ഗൈസ്, ബൈ ദ ബൈ, ഞാൻ അന്ന് നിങ്ങൾ ഗപ്പി കുഞ്ഞുങ്ങളെ കാണിച്ച് തന്നെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ എന്നാലും ഗൈസ് കുറേ എണ്ണമൊക്കെ ചത്തുപോയി ഗൈസ്. എന്ത് പറ്റിയെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പം വേണ്ട, ഇവർ കുറച്ച് പേരേ ഉള്ളൂ. ഇവരിനി ഇന്ന് ചത്തുപോകുന്ന ദൈവത്തിന് അറിയാം. എന്താണെന്ന് അറിഞ്ഞുകൂടാ ഗൈസ്. ഇത് ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴും 2 പേര് ചത്ത് കിടക്കുന്നുണ്ട്. എന്താ എവിടെ കയറി പോണ്? അവിടെ വെള്ളം ഇല്ല, മീനെ താഴോട്ടിറങ്ങി പൊടി. ഓക്കെ, അനുസരണം ഉണ്ട്. അപ്പോൾ ഇത് വിരിയാറായ ഒരു ആമ്പലാണ് ഗേസ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഈ ഒരു ആംബിയൻസ് പിടിച്ച് ഇവിടെ ഇരുന്നായിരിക്കും ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ആർ യു ഗൈസ് റെഡി ഫോർ ദ അൺബോക്സിംഗ്? അൺബോക്സിംഗ് സ്റ്റാർട്ട്സ് ഇൻ 3, 2, 1. യെസ് ഗൈസ്, ഇതാണ് ഞാൻ ഇന്ന് അൺബോക്സ് ചെയ്യാനായിട്ട് സെറ്റ് ചെയ്തേക്കുന്ന ഫ്രെയിം ഗൈസ്. പുറത്ത് സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അത് മഴയാണ് ഗൈസ്. നല്ലൊരു മഴക്കോളുണ്ട്. അപ്പോൾ കിറുകിറ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഷീറ്റിൽ മഴവെള്ളം വീഴുന്നതിന്റെ സൗണ്ടാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ അൺബോക്സിംഗിലേക്ക് കിടക്കാൻ സുഹൃത്തുക്കൾ. ഇത്രയും സാധനങ്ങളാണ് കേട്ടോ. അൺബോക്സ് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ ഗൈസ്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗംഗ ചേച്ചി ബർത്ത്ഡേ ഗിഫ്റ്റ് ഒന്നും തന്നില്ലെന്ന്. ഗൈസ്, ഗംഗ ബർത്ത്ഡേ കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞാൽ നാട്ടിലെത്തിയപ്പോഴാണ് നമ്മൾ കൊണ്ടുവന്നത്. ഇപ്പോൾ ഡെയിലി വ്ളോഗ് ഇല്ലാത്തതുകൊണ്ട് എനിക്കത് ഇട്ട് കാണിച്ചു തരാൻ പറ്റായിരുന്നു ഗൈസ്. അവൾ അണ്ടർ ആർമറിൻ്റെ ഈ ഒരു ബാഗാണ് എനിക്ക് ഗിഫ്റ്റ് ചെയ്യുന്നത് ഗൈസ്. നമ്മുടെ നീല ബാഗിന് വിരമിക്കാൻ ഒഫീഷ്യലി ടൈം ആയിരിക്കുകയാണ്. കാരണം ആ ബാഗ് എന്നോട് 8 വർഷം ഉണ്ടായിരുന്നു ഗൈസ്. ഈ ബർത്ത്ഡേക്ക് എനിക്ക് നന്ദുവും ഒരു ബാഗ് തന്ന്, ഗംഗയും ഒരു ബാഗ് തന്ന്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗംഗക്കുട്ടി, ഐ ലവ് ദിസ് സോ മച്ച്. അപ്പോൾ ഈ ബാഗിലായിരിക്കും, പിന്നെ മറ്റേ ബാഗിലും കൂടെ ആയിരിക്കും നമ്മൾ ഇനി സാധനങ്ങളൊക്കെ കൊണ്ട് നടക്കാൻ പോകുന്നത്. കൊതുണ്ട് ഗൈസ് ഇവിടെ. ഗൈസ്, ഇവിടെ ഇരുന്നിട്ടുണ്ടല്ലോ മഴ കാണുന്നത് വേറെ ലെവൽ ഫീലാണ്. അത് പറഞ്ഞ മഴ തീർന്നു. ഓക്കെ, നമുക്ക് ആദ്യത്തെ പാക്കേജോട് കൂടി തന്നെ അൺബോക്സ് ചെയ്യാം ഗൈസ്. ഇതിൽ കുറേ സാധനങ്ങളൊക്കെ ഞാൻ ഓർഡർ ചെയ്തതും കുറേയൊക്കെ എനിക്ക് ഗിഫ്റ്റായിട്ട് ആൾക്കാർ അല്ലെങ്കിൽ അവരുടെ പ്രോഡക്റ്റ് കാണാനായിട്ട് ഓരോ കമ്പനിക്കാർ അയച്ചു തരുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ബർത്ത്ഡേക്ക് കണ്ണൻ എനിക്ക് ഇൻസ്റ്റാക്സ് തന്നില്ലായിരുന്ന ഗൈസ്. അപ്പോൾ അതിൻ്റെ ഫിലിം ഒരൊറ്റ ദിവസം കൊണ്ട് ഞാൻ 2 റോള് തീർന്നു. അതായത് 20 ഫോട്ടോ. അപ്പോൾ 40 ഫോട്ടോയുടെ റോള് ഞാൻ വരുത്തിയതാണ് നിങ്ങൾ ഈ കാണുന്നത് ഇൻസ്റ്റാക്സ് ഗൈസ്. ഈ പോളറോയിഡ് ഫോട്ടോ എടുക്കുന്ന ഹോബി ആരെങ്കിലും തുടങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, 20 ഫോട്ടോയുടെ ഫിലിം വാങ്ങണേന് 1400 രൂപയാണ്. അപ്പോൾ കീപ് ദാറ്റ് ഇൻ മൈൻഡ് ഗൈസ്. അപ്പോൾ അതാണ് ഗൈസ് ഇൻസ്റ്റാക്സിന്റെ 2 ഫിലിം. കോസ്റ്റ്ലി ഹോബി ഒക്കെ ബൈ ദ ബൈ. ഈ ചെടിയുടെ പേരറിയാവോ? അറിയാമെങ്കിൽ താഴെ കമന്റിൽ പറയൂ. ഓക്കെ, ഇതും എനിക്ക് ബർത്ത്ഡേയോട് അടുപ്പിച്ച് കിട്ടിയതാണ് ഗൈസ്. ഞാൻ ഓടി തുടങ്ങിയപ്പോഴത്തേക്കും ഡ്രീംസോ പെരിന്തൽമണ്ണ മലപ്പുറത്ത് നിന്നും വന്ന ഗിഫ്റ്റാണ്. ഓടുമ്പോൾ ഷൂ അഴുക്കാകുമെന്ന പേടി വേണ്ട, ഡെയർ ടു ഡ്രീം എന്ന് ഈ ബോക്സിൽ അവൻ എഴുതിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ പേടിയില്ലാതെ ഞാൻ അൺബോക്സ് ചെയ്യട്ടെ. മഴക്കാലത്ത് ഓടണതാണ് ഗൈസ്. ഓപ്പോ, കാരണം മഴക്കാലത്ത് ഓടുമ്പോൾ മഴയത്തോടാൻ ഭയങ്കര രസമാണ്. ആകെപ്പാടുള്ള ഒരേ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൂ അഴുക്കാവും. ഷൂ അഴുക്കാവുകയും ചെയ്യും. ഹായ്, ഇത് കൊള്ളാലോ ഗൈസ്. സോൾ കെയർ എന്ന് പറഞ്ഞിട്ട് ഡീപ് ക്ലീൻ ഇൻസ്റ്റന്റ് റിസൾട്ട് കംപ്ലീറ്റ് ഷൂ ക്ലീനിങ് കിറ്റ്. താങ്ക് യുടാ മുത്തേ, നീ ഭയങ്കര തോട്ട്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം തന്നെ എനിക്ക് അയച്ചു. ഇതിനകത്ത് വേറെ ഒന്നും ഇല്ലല്ലോ. ഇല്ല, ഡ്രീംസോ താങ്ക് യു സോ മച്ച്. തുറന്നു നോക്കട്ടെ. കത്തുണ്ട് ഗൈസ്. അതാണ് ഞാൻ കത്തില്ലേന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. കാർത്തിക് ബ്രോ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഷമീം. താങ്ക് യു ഷമീം. അല്ല, ഹായ് ഷമീം. ഞാൻ പണ്ട് മുതൽ തന്നെ ബ്രോയെ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ്. നിങ്ങളുടെ ഓരോ ഗ്രോത്ത് ആൻഡ് അച്ചീവ്മെന്റ്സ് കാണുമ്പോൾ പേഴ്സണലി ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. താങ്ക് യു ഷമീം. നിങ്ങളുടെ ഇങ്ങനെയുള്ള ഓരോ ലെറ്റർ കാണുമ്പോൾ എനിക്കും ആ അച്ചീവ്മെന്റുകൾ നേടിയെടുക്കുന്നതിൽ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. കാരണം ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, എൻ്റെ കൂടെ ഒരു കൂട്ടം ഡെയർ ടു ഡ്രീം ഫോളോ ചെയ്യുന്ന പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരല്ലേ. ഞാൻ UAE വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് വന്ന് സ്വന്തമായ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തു. ഈ ഇടയ്ക്ക് ബ്രോയുടെ സ്റ്റോറിയിൽ ഷൂ അഴുക്കായത് കണ്ടിരുന്നു. അത് കണ്ടപ്പോൾ
കണ്ടപ്പോഴാണ് ഞങ്ങളുടെ ഷൂ ക്ലീനിങ് പ്രോഡക്റ്റ് നിങ്ങളെ അറിയിക്കണം എന്ന് തോന്നിയത്. പ്രോഡക്റ്റ് പേഴ്സണലി യൂസ് ചെയ്ത് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്കും ഈ ചെറിയ പ്രോഡക്റ്റ് എത്തിക്കാൻ സഹായിക്കണം. ബ്രോ എപ്പോഴും പറയുന്ന പോലെ ഡെയർ ടു ഡ്രീം വിത്ത് ലവ് dreamzo.in. ഇതാണ് ഗൈസ് ലെറ്റർ. അപ്പോൾ മുത്തേ ഞാൻ തീർച്ചയായിട്ടും ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നോക്കുന്നതായിരിക്കും. ഇത് അടിക്കുന്നതും ഇത് ഷൂ ക്ലീൻ ചെയ്യുന്നതും ഇത് ഷൂ തുടയ്ക്കുന്നതും സാധനങ്ങളായിരിക്കും. ഓ ഇതെന്താ ഇത്? ഓ എനിക്ക് മനസ്സിലായി ഗൈസ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഫോം തേച്ചിട്ട് ഇത് വെച്ചിട്ട് ഷൂ ബ്രഷ് ചെയ്യാനൊക്കെ പറ്റും. താങ്ക് യു മുത്തേ, താങ്ക് യു സോ മച്ച് ഫോർ ദിസ് തോട്ട്ഫുൾ ഗിഫ്റ്റ്. ഓക്കെ, ഇനി അടുത്തത്. ഓക്കെ ഗൈസ്, ഇതെന്താണെന്ന് എനിക്ക് അറിയാം, കാരണം ഞാൻ ചെറുതായിട്ട് പൊട്ടിച്ചു നോക്കി. ഇത് ആക്ച്വലി എനിക്ക് അറിഞ്ഞൂടാ ഗൈസ് ഇത് എന്താണെന്ന്. ഇത് പൊട്ടിച്ചു നോക്കിയെങ്കിൽ ഇതിനകത്ത് വെള്ള പേപ്പറായിരുന്നു. ഞാൻ ഉദ്ദേശിച്ച സാധനം എനിക്ക് അറിയാമെന്നുള്ളത് വേറൊരെണ്ണമാണ്. ഇതെന്താ ഇത്? ഇത് പൊട്ടിച്ചിട്ടില്ല ഗൈസ്, ഇത് എനിക്ക് അറിഞ്ഞൂടാ ഇത് എന്താണെന്ന്. ഒരു സാധനം എനിക്ക് അറിയായിരുന്നു, കാരണം അത് ചെറുതായിട്ട് പൊട്ടിച്ചു നോക്കിയായിരുന്നു. ഇതെന്താ ഇത് ബ്ലൂ ഡാർട്ടിൽ നിന്ന് വന്നത്? വാട്ട് ഈസ് ദിസ്? നമുക്ക് അൺബോക്സ് ചെയ്യാനായി എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഒരു കൂട്ടം വൺ പീസ് ട്രേഡിംഗ് കാർഡ് ഗെയിം ആണ് ഗൈസ്. എന്റെ മോൻ ഇത് കലക്കും കേട്ടാ ഗൈസ്. ഇത് പി പൂപ്പുൽ അൺബോക്സ് ചെയ്യാനായിട്ട് ഞാൻ വരുത്തിയതാണ്. അപ്പോൾ ഒരു പാക്കറ്റ് അൺബോക്സ് ചെയ്തപ്പോൾ തന്നെ എന്റെ കിളി പോയി. ഇതിന്റെ അകത്ത് വൺ പീസ് ട്രേഡിംഗ് കാർഡ്സിന്റെ കമനീയമായ ശേഖരണമാണ് ഗൈസ്. കണ്ട എന്തുമാത്രം കാർഡ്സ് ആണ് ഇരിക്കണേന്ന്. അപ്പോൾ ഇത് വഴിയെ നമുക്ക് പി പൂപ്പുൽ അൺബോക്സ് ചെയ്യാം. ഞാൻ കാത്തിരുന്ന സാധനം എത്തി. കുച്ചിഗല്ല. എത്ര കാർഡ്സ് ആണ് ഗൈസ് എനിക്ക് അറിഞ്ഞിട്ടു? 125 കാർഡ്. നമ്മളൊരു ഒന്നൊന്നര അൺബോക്സിംഗ് വീഡിയോ ചെയ്യും. ഓക്കെ, ഇത് എനിക്ക് കത്തായിട്ട് വന്നതാണ്. സുലേഖ എന്ന് പറയുന്ന ആരോ ആലപ്പുഴയിൽ നിന്നും അയച്ച ഒരു പാക്ക്. ഓ ഇതെന്ത് ഇങ്ങനെ ഇരിക്കണത്? ഒരു പാക്കേജ് അല്ല, ഒരു ചെറിയൊരു സാധനമാണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാധനങ്ങൾ ഒന്നാണ് ഗൈസ്. എനിക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അയച്ചു തന്ന സാധനങ്ങളും ഞാൻ വാങ്ങിച്ച സാധനങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ ഇരുന്ന് അൺബോക്സ് ചെയ്യണത്. കാരണം അതിന് പ്രത്യേക ഒരു ലൈഫുണ്ട് ആ വീഡിയോ. ഓ ഇത് സ്വന്തമായിട്ട് പുള്ളിക്കാരി എഴുതിയ ബുക്കാണെന്ന് തോന്നുന്നു ഗൈസ്. വെള്ളാരം കല്ലുകൾ, സുലേഖ അജി. സ്മൃതിയുടെ ഇരുട്ടും വെട്ടവും നിറഞ്ഞ ജീവിതത്തിൽ ഇടനാഴികളിലൂടെ ഗൃഹാതുരതയുടെ വെള്ളാരം കല്ലുകൾ തേടിയുള്ള ഒരു യാത്രയാണിത്. ആതുര സേവനത്തിന്റെ സ്നേഹസാന്ദ്രമായ വെളിച്ചം കൊളുത്തി വെച്ച് ലോക മാനവികതയെ ഭ്രമിപ്പിച്ച് ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ റാന്തലിനൊപ്പമുള്ള ഒരു അനുയാത്രയുടെ അക്ഷരപ്പെടലാണ്. ചേച്ചി ഇത് എന്നെ ഉദ്ദേശിച്ച് തന്നെയാണോ തന്നത്? കടുകട്ടി മലയാളം. ഞാനൊരു സാധാരണ മലയാളിയാണ്. എനിക്ക് അത്ര സാഹിത്യകരമായ അറിവുകളും ജ്ഞാനങ്ങളും ഒന്നുമില്ല. പട്ടാളത്തിയമ്മ, എൻ്റെ അമ്മ 5 പ്രസവിച്ച ഒരു പോരാളിയാണ്. അകത്ത് നോർമലാണല്ലോ. 5ഉം വീട്ടിൽ തന്നെ. ആദ്യ 2 പേർ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു. അയ്യോ, ഉത്തരമില്ലാത്ത കടങ്കഥ പോലെയാണ് ആ കറുത്ത അധ്യായങ്ങൾ. അമ്മ മനസ്സിന്റെ ഉള്ളറകളിൽ മൗനത്തിന്റെ താക്കോലിട്ട് പൂട്ടിയിരിക്കുന്നത്. സാഹിത്യം. അമ്മയുടെ പ്രസവം 5ഉം അന്നാട്ടിലെ പ്രധാന പതിച്ചികളിലോ ഒരേ ഒരാളായ പട്ടാളത്തി അമ്മയുടെ കൈകളിൽ ഭദ്രം. ഓക്കെ, ഇത് ഞാൻ വായിക്കാം ചേച്ചി. താങ്ക് യു സോ മച്ച് സുലേഖ അജി ഫോർ ഗിവിംഗ് മീ ദിസ്. ചേച്ചിയുടെ ഈ ബുക്ക് എൻ്റെ ഓഡിയൻസിലേക്ക് ഞാൻ എത്തിച്ചിട്ടുണ്ട്. വെള്ളാരം കല്ലുകൾ, സുലേഖ അജി. ഞാൻ വായിച്ചിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയാം ഗൈസ്. എന്നെ സ്കൂളിൽ പഠിപ്പിച്ച ഉണ്ണി സാറ് എനിക്ക് ഒരു ഗിഫ്റ്റ് വീട്ടിൽ കൊണ്ട് തന്നിട്ട് പോയി ഗൈസ്, ബർത്ത്ഡേക്ക്. സാറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വലിയ ഹായ്, താങ്ക് യു സോ മച്ച് സാർ. ഇത് ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഗണേശ ഭഗവാനെ. അപ്പോൾ ഇത് വെക്കാനുള്ളൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് ഞാൻ ആപ്തമായ ആ സ്ഥലത്ത് വെക്കുന്നതായിരിക്കും. ഉണ്ണി സാറിന് ഒരു വലിയ നന്ദി. താങ്ക് യു സാറേ. ഓക്കെ, ഇത് തിസോറ എലിഗൻസ് ഇൻ എവ്രി പുൾ എന്നും പറഞ്ഞിട്ട് ഒരു ഇതാണ്. തിസോറ എന്താണെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ തിസോറയുടെ ഭാഗത്ത് നിന്നും വന്ന ഈ ഗിഫ്റ്റ് എന്താണെന്ന് നോക്കട്ടെ. എന്താ ഈ ഉണ്ടാ? ഞാൻ വിയർത്തൊലിക്കണല്ലേ ഗൈസ്. ഇത് ഹ്യൂമിഡിറ്റി കൂടിയിട്ടാണ് കേട്ടോ ഗൈസ്. എന്താണിത് എന്നുള്ള ചോദ്യമാണ് എൻ്റെ മനസ്സിൽ. ഹായ് ഗൈസ്, ടിഷ്യൂ പേപ്പറാണ്. ഇത്രയും വിയർത്ത് കൊണ്ടിരിക്കുന്ന എനിക്ക് ഇത്രയും തോട്ട്ഫുൾ ആയ ഗിഫ്റ്റ് അയച്ചു തന്ന ഇവരെ ഞാൻ മറ്റെന്താണ് വിളിക്കേണ്ടത്? താങ്ക് യു സോദരരെ. ഹായ്, നല്ല ടിഷ്യൂ പേപ്പർ ഗൈസ്. ഹായ് കണ്ടുകൊണ്ടിട്ട് എനിക്ക് അയച്ചു തന്നതാണ്. ഞാൻ ഊരി ഇനി ഗൈസ്. ഇത് ഭയങ്കര അടിപൊളി കേട്ടോ ഗൈസ്. ഈ സാധനം കൊള്ളാമെങ്കിൽ ഞാൻ ഇനി ഓർഡർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഇതൊരു കേരള സ്റ്റാർട്ടപ്പ് ആയിരിക്കും, അതല്ലേ എനിക്ക് അയച്ചു തന്നത്. സത്യം, വണ്ടിയിലൊക്കെ വയ്ക്കാൻ അടിപൊളി കേട്ടോ. സോ തോട്ട്ഫുൾ ഗൈസ്. എന്തോരം ഇന്നോവേറ്റീവ് തോട്ട്സ് ആണ് വരുന്നത്. TISSORA_ tissues TISSUS_. ഇതെടുത്തോളൂ മാഡം. അത് ഒരെണ്ണം എടുത്താൽ മതി മാഡം. എന്താ പിടിച്ചോ.
തിസോറ ടിഷ്യൂസ്, നിങ്ങളുടെ സംരംഭം ഒരു വൻ വിജയമാവട്ടെ. ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ തോട്ട്ഫുൾ പ്രോഡക്റ്റ് ആണ് കേട്ടോ ഗൈസ്. ഇത് കാർ ടിഷ്യൂ ആണ് ഗൈസ്, എഴുതിയിട്ടുണ്ട് പ്രീമിയം കാർ ടിഷ്യൂ, എലിഗൻസ് ഇൻ എവരി പുൾ. ഈയോടാ ഭീകരന്മാരെ, 120 രൂപ ഒരു ഇതിന്. എത്ര പുള്ളുണ്ട്? 60 നമ്പർ പുൾസ് ഉണ്ട്, 60 ഷീറ്റ്. 120 ഷീറ്റ് ഉണ്ട്, 60 നമ്പർ, 60 പ്രാവശ്യം നമുക്ക് പുള്ളി. അപ്പോൾ ഒരു പ്രാവശ്യം പുള്ളി ചെയ്യുമ്പോൾ 2 ടിഷ്യൂ വെച്ച് വരുന്നതായിരിക്കും. ഇത് കോഴിക്കോട് എന്നുള്ളൊരു സംരംഭമാണ്. കാരണം മാർക്കറ്റഡ് ബൈ കോഴിക്കോടാണ്. മാനുഫാക്ചർഡ് എഴുതിയിട്ടില്ല ഇതിനകത്ത്. മാനുഫാക്ചർ എവിടെയാണെന്ന് എഴുതിയിട്ടില്ല, അറിയില്ല. ബട്ട് തോട്ട്ഫുൾ പ്രോഡക്റ്റ്, തിസോറ ടിഷ്യൂസ്. ഓക്കെ, ഓഫ് ടു നെക്സ്റ്റ് പ്രോഡക്റ്റ് ഗൈസ്. ഇത് ഓക്കെ ഗൈസ്, ഇത് ആക്ച്വലി അൺബോക്സ് ആയിരിക്കുകയാണ്. ഇത് നമ്മുടെ പുതിയ സ്റ്റുഡിയോ വർക്ക് നടക്കില്ല, അപ്പോൾ അവിടത്തേക്ക് നമ്മളൊരു ലൈറ്റ് വാങ്ങിച്ചതാണ്. ഇതൊരു കുഞ്ഞു ലൈറ്റാണ് ഗൈസ്, ഇപ്പോൾ ഓൺ ആവൂല, കണ്ടോ ഇങ്ങനെ ഇരിക്കും, അത്രേ ഉള്ളൂ, ചെറിയൊരു സാധനം. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നിട്ട് സ്റ്റുഡിയോ ടൂറിൻ്റെ കൂടെ ഞാൻ ഇത് കാണിച്ചു തരാം. സ്റ്റുഡിയോയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ ഭീകര സ്റ്റുഡിയോ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്, ഒരു ചെറിയൊരു സെറ്റപ്പ്. ഓക്കെ, ഓഫ് ടു നെക്സ്റ്റ്. ഒരു വലിയ പാക്കറ്റ് ഉണ്ട് ഗൈസ്, പക്ഷേ കനമില്ല. ഫ്രം സരിൻ, ലുണാറ സ്പൈറൽ ആർട്സ്. താങ്ക് യു സോ മച്ച് സരിനെ. സരിൻ്റെ ഈ പെട്ടി ഞാൻ തുറക്കട്ടെ. ഫ്ലിപ്കാർട്ടിൽ നിന്നും വന്നതാണ് കേട്ടോ ഗൈസ് ഇത്. എനിക്ക് നമ്മുടെ കേരളത്തിലെ സംരംഭകരോടുണ്ടല്ലോ ഒരു പ്രത്യേക ഇഷ്ടമാണ്. കാരണം നമ്മുടെ നാട്ടിൽ കുറവ് അതാണ്, കൂടേണ്ടതും അതാണ്. പക്ഷേ നമ്മൾ എന്തൊരു ബിസിനസ് തുടങ്ങിയാലും ഗൈസ് അതിന്റെ സ്കെയിലബിലിറ്റിയും അതിന്റെ പൊട്ടൻഷ്യലിനെ പറ്റി ആലോചിക്കണം. കാരണം ഒരു ബിസിനസ് നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ അതിന്റെ സ്കോപ്പ്, മാർക്കറ്റ് സ്കോപ്പ് കേരളം മാത്രമാണോ, അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ ഏരിയ മൊത്തമാണോ, അത് നമുക്കിനി ഭാവിയിൽ എക്സ്പാൻഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതൊരു പാൻ ഇന്ത്യ ലെവൽ അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ ലെവലിൽ കൊണ്ടെത്തിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണോ എന്ന് നമ്മൾ ചിന്തിക്കണം. അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടാണ് എനിക്ക് സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ഇതുവരെ അങ്ങനെ തുറക്കാൻ പറ്റാത്തത്. കാരണം ഞാൻ ചിന്ത കുറച്ച് കൂടുതലാണ്. പക്ഷെ തുടങ്ങുമ്പോഴത്തേക്കും അത് ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യാതെ ഒരു ചെറുതെന്തെങ്കിലും ഒരെണ്ണം തുടങ്ങണമെന്നുണ്ട് എനിക്ക്. കാരണം ടൂ മച്ച് ചിന്ത ഈസ് ഹാംഫുൾ. ഞാൻ കണ്ടില്ല ഗൈസ് എന്താണെന്ന് ഒരു കത്തുണ്ട്. ഡിയർ കാർത്തിക് ബ്രോ, മൈ നെയിം ഈസ് സരിൻ. ഹായ് സരിൻ, ഐ എം എ ബിഗ് ഫാൻ ഓഫ് യുവർ വീഡിയോസ് ആൻഡ് ഐ റിയലി എൻജോയ് വാച്ചിങ് യുവർ കണ്ടന്റ്. താങ്ക് യുടാ. I have prepared a spiral art for you with lots of love and I am really happy to give it to you. Thank you. I hope you like it, and also can you please tell your viewers to support this. I have my Insta ID as LUNARA_SPIRAL_arts. Also bro, I am giving you my contact number. I hope you will call me when you receive this. My number is thanking you Sarit. Oh, hi. എന്തൊക്കെ കഴിവുകളാണ് ഇത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഹായ്, നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഇത് നേരിട്ട് നോക്കുമ്പോഴേ നിനക്ക് അപ്പൊ ദൂരെ നിന്നാൽ കാണാൻ പറ്റും കേട്ടോ. അടുത്ത് വെച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് കിട്ടൂല. അടിപൊളി സാധനം, അത് നല്ല രസമാണ് കേട്ടോ. സ്പൈറൽ ആർട്സ് മുത്തേ, സ്പൈറൽ ആർട്സ് എന്ന നിന്റെ ഈ വെഞ്ചറിന് എൻ്റെ എല്ലാവിധ ആശംസകളും. എൻ്റെ ഫോണിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്, അപ്പോൾ ഞാൻ പിന്നീട് നിന്നെ വിളിക്കാം. താങ്ക് യു. ഓക്കെ, അപ്പോൾ സ്പൈറൽ ആർട്ട് ആർക്കെങ്കിലും ചെയ്യണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ പ്ലീസ് ടു കോൺടാക്ട് ദിസ് ചക്കുടുമുത്ത് സരിൻ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത എനിക്ക് എത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ, കിവറോ ലക്ഷറി ഇൻ മോഷൻ എന്ന് പറഞ്ഞിട്ടുള്ള എന്തോ ഒരു ഇതാണ്. മുക്കോലക്കൽ, തിരുവനന്തപുരത്ത് നിന്ന് വന്നതാണ് കേട്ടോ ഇത്. അതെന്താ അത്? കീറാതെ എടുക്കട്ടെ, ഞാൻ അറുത്ത് കീറിയ ഒരുപാട് ചരിത്രം എനിക്കുണ്ട്. ഹായ്, ടീഷർട്ടാണാ? ഇതൊക്കെ എന്ത് ടീഷർട്ട്? ഇത് ഞാൻ എങ്ങനെ ഇടായിട്ടത്? ഓ, നിനക്കുള്ളതാണാ? ബെസ്റ്റ്, താങ്ക് യു മുത്തേ. നോക്കിയിടാ അങ്ങനെ ഉണ്ടെന്ന് നോക്കിയേ. എനിക്കൊരു കത്തും വെച്ചിട്ട് ടീഷർട്ട് ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. അത് നീ ഇടണയൊക്കെ ബ്ലൂ അല്ലേ, അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവൂലേ. ഇഷ്ടപ്പെട്ടാ സുഹൃത്തുക്കളെ? വർഷ ക്യാമറയുടെ പിന്നിൽ നിന്നും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് ഗൈസ്, വൺ പീസിന്റെ ഗിയർ 5 ടീഷർട്ടാണ് അവ എനിക്ക് അയച്ചു തന്നേക്കുന്നത്. താങ്ക് യു സോ മച്ച്. ഓക്കെ ഗൈസ്, എൻ്റെ അടുത്ത് മെനിയാന്ന് ലുലു മോളിൽ നിന്നപ്പോൾ ഒരു പയ്യൻ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു വൺ പീസിന്റെ ടീഷർട്ടുകളൊക്കെ എവിടെ കിട്ടുമെന്ന്. ഗൈസ്, ഇതുപോലുള്ള ഓൺലൈൻ സ്റ്റോറുകളിൽ നിന്നാണ് എനിക്ക് കൂടുതലും ഈ വൺ പീസിന്റെ ഒക്കെ ടീഷർട്ട് കിട്ടാറുള്ളത്. കടകളിൽ വല്ലപ്പോഴും ഒക്കെ കിട്ടാറുള്ളൂ. കടകളിൽ കിട്ടുന്നത് കൂടുതലും നമ്മുടെ മാക്സ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലൊക്കെ പോകാൻ നേരത്ത് അവര് അവിടെ ഇടയ്ക്ക് ഇതിന്റെ കളക്ഷൻ കൊണ്ടുവരും. അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും സോൾഡ് സ്റ്റോറിൽ പോകുമ്പോൾ കിട്ടും. സോൾഡ് സ്റ്റോർ ഞാൻ എടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ ഇതിന് തന്ന പയ്യന്മാരുണ്ടല്ലോ, അവന്മാരെ പേര് വിട്ടു. നമ്മൾ കോമിക്കോണിന് പോയപ്പോഴേ ഗൈസ് അവിടെ വെച്ചിട്ട് എനിക്ക് കുറെ പയ്യന്മാര് ഗിഫ്റ്റ് തന്നു. അവരുടെയിലൊക്കെ ഇതിന്റെ ടീഷർട്ടിന്റെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ അവൈലബിൾ ഉണ്ട്. അവരെൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞതായിരുന്നു, ചേട്ടാ നമുക്ക് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ഒരു വൺ പീസിന്റെ ടീഷർട്ട് ഒക്കെയല്ലോ. ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക ഗൈസ്. അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഞാൻ വൺ പീസിന്റെ ടീഷർട്ടുകൾ ഇറക്കട്ടെ. ഓക്കെ, ഈ ടീഷർട്ടും വർഷക്കുള്ള ഡ്രസ്സ് തന്നിട്ട് എഴുതിയിരിക്കുന്നത് ഹായ് കാർത്തിക് ബ്രോ, ഡേ ടു ഡ്രീം എന്ന് മേലെ എഴുതിയിട്ടുണ്ട് കേട്ടോ. സുഖമാണോ? സുഖമാണല്ലോ. ഐ എം എ ബിഗ് ഫാൻ ഓഫ് യു ആൻഡ് യുവർ വ്ളോഗ്സ്. താങ്ക് യു ഡാ. അച്ഛനും അമ്മയ്ക്കും വർഷയ്ക്കും ഒരു ബിഗ് ഹായ്.
ഞാൻ വീഡിയോസ് കാണാൻ തുടങ്ങിയിട്ട് ഒരു 4 years ആകുന്നതേ ഉള്ളൂ. ഞാൻ എബ്രോഡ് പോയതിന് ശേഷം ആണ് ബ്രോയിൻ്റെ വ്ളോഗ്സ് കാണാൻ തുടങ്ങിയത്. റിയലി എൻജോയിങ് യുവർ വ്ളോഗ്സ് ആൻഡ് യുവർ പേഴ്സണാലിറ്റി. ഇപ്പോൾ ശരിക്കും അഡിക്റ്റഡ് ആയി വ്ളോഗ്സിന്. വർക്ക് കഴിഞ്ഞ് വരുന്നു, ഫുഡ് എടുക്കുന്നു, കഴിക്കാൻ ബ്രോയിൻ്റെ വ്ളോഗ് വെക്കുന്നു, കാണുന്നു. താങ്ക് യുടാ. എനിക്കൊന്നും അവൻ ഡെയിലി വ്ളോഗ് വന്നുകൊണ്ടിരുന്ന സമയത്ത് അയച്ചതാണ്. എന്താണ് ഒരു ഹാപ്പിനെസ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ? ഒരു ഡേ എന്തെങ്കിലും കാരണത്താൽ കണ്ടില്ലെങ്കിൽ നമുക്ക് എന്തോ പോലെ തോന്നും. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡാണ് ഫസ്റ്റ് ബ്രോയുടെ വ്ളോഗ് കാണാൻ തുടങ്ങിയത്. അങ്ങനെ കൂടെ ഇരുന്ന് കണ്ട് ഞാനും കാണാൻ തുടങ്ങി. ഇപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഒരു സ്മോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. സക്സസ്ഫുള്ളി റണ്ണിങ് ആയിട്ട് പോകുന്നു. ബ്രോയിൻ്റെ ഡെയർ ടു ഡ്രീം ഇൻസ്പിറേഷനാണ് ഞങ്ങളെ ഇതിലേക്ക് നയിച്ചത്. സോ ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് ബ്രോയ്ക്കും വർഷയ്ക്കും ഒരു സ്മോൾ ഗിഫ്റ്റ് കൂടി ഞങ്ങൾ അയക്കുന്നുണ്ട്. എൻ്റെ എല്ലാ സപ്പോർട്ടും പ്രേയേഴ്സും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. അതുണ്ടായിരിക്കും. ഞങ്ങളുടെ ബിസിനസിന്റെ നെയിം കിവ്രോ. ഇതാണ് ഞങ്ങളുടെ ക്ലോത്തിങ് ബ്രാൻഡ് നെയിം. വെബ്സൈറ്റ് www.kivroe.com. Need all your support and prayers. Once again, wishing you a very happy and healthy life ahead and wishing you a Merry Christmas and Happy New Year to you and your family. ന്യൂ ഇയറിന് അയച്ചാണ് ഇത്. എൻ്റെ പടച്ചതമ്പുരാനെ ഞാൻ ഇത് ഇപ്പോഴാണ് കാണുന്നത്. വിത്ത് ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് വിഷസ്, പ്രിയ ഫ്രം കിവോറെ. ഗൈസ് ഇതാണ് അവരുടെ ഇതൊക്കെ സ്ക്രീനിൽ കാണിച്ചു കൊടുക്കുന്നേടാ ഗൈസ്. അപ്പോൾ ഈ ബിസിനസ്സിന് എൻ്റെ എല്ലാവിധ ആശംസകളും. ഓൾ ദി ബെസ്റ്റ് യു ഗൈസ്. ഒരു വലിയ സംരംഭമായി വളരട്ടെ. ഓക്കെ, നെക്സ്റ്റ് ഇതാണ് ഗൈസ് എനിക്ക് അറിയാമെന്ന് പറഞ്ഞത്. കാരണം ഞാൻ ചുരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇറ്റ് ടേക്സ് 2 എന്ന് പറഞ്ഞ ഗെയിം കളിക്കാനായിട്ട് ഞാനും വർഷയും കൂടെ ഓൺലൈൻ PP പൂപ്പിൽ സ്ട്രീം ചെയ്യാനായിട്ട് ഇങ്ങനെ ആലോചിച്ചായിരുന്നു ഗൈസ്. അപ്പോൾ 2 ജോയ്സ്റ്റിക്ക് വേണ്ടി, അങ്ങനെ അവക്കും കൂടെ വേണ്ടി ഒരു ജോയ്സ്റ്റിക്ക് ഓർഡർ ചെയ്തതാണ്. കണ്ടോ, നീല കളർ അവളുടെ ഫേവറേറ്റ് കളറാണ്. അപ്പോൾ ഇതാണ് ജോയ്സ്റ്റിക്ക് വർഷയുടെ. പച്ചയായിരുന്നു ഓർഡർ ചെയ്തത്. ചുമ്മാരി നമ്മൾ പച്ചയാണ് ഓർഡർ ചെയ്യുന്നതാണ് വർഷ പറഞ്ഞത്. എനിക്ക് ഓർമ്മയില്ല. പച്ച ഇല്ലാത്തതുകൊണ്ട് ഒരു നീല അയച്ചതാണ്. ഇനി എന്തായാലും റിട്ടേൺ അയക്കാൻ പറ്റൂല, കാരണം കുറച്ച് കാലമായിട്ട് ഇവിടെ ഇരിക്കുകയാണ് ഗൈസ്. ഇത് പച്ചയാണോ അതോ നീലയാണോ? പച്ചയല്ല, നീലയല്ല, ചുമപ്പ് ഗൈസ്. പച്ച ഓർഡർ ചെയ്ത് നീല കൂടി വന്ന് ചുമപ്പ് ജോയ്സ്റ്റിക്ക് ഗൈസ്. ഇത് പഴയതാണ് കേട്ടാ. ഇത് യൂസ്ഡ് ആണ്. അത് മാത്രമല്ല ഇത് ചാത്തനാണ്. ഇത് പ്ലേ സ്റ്റേഷൻ്റെ അല്ല ഇത്. ഇനി തിരിച്ചയക്കാൻ പറ്റുമോ ഇത്? അയ്യോ ഗൈസ്, പ്ലേ സ്റ്റേഷനിൽ ഇവിടെ PS എന്നൊരു ലോഗോ വരും. അയ്യോ, മെയ്ഡ് ഇൻ ചൈന. പറ്റിച്ച് നമ്മളാ. അയ്യോ, റിട്ടേൺ കഴിഞ്ഞു കാണും. ശേ ഗൈസ്, എന്നെ ഏതോ ഡീലർ ചതിച്ചു ഗൈസ്. പച്ച ഓർഡർ ചെയ്ത് നീല കവറിൽ ചുമപ്പ് ചാത്ത സാധനം ഇട്ട് അയച്ചു തന്നു. ഇത് നല്ല വിലയാണ് കേട്ടോ ഗൈസ്. ഇത് കാണണമൊക്കെ അല്ലാണ്ട് ഇത് ഞാൻ ആമസോണിൽ ഞാൻ വാങ്ങിയതിൻ്റെ ബില്ലുണ്ട്. 6,000 രൂപ അടുപ്പിച്ചുള്ള സാധനമാണ്. അയ്യോ, നമ്മൾ ചതിക്കപ്പെട്ടു സുഹൃത്തുക്കളെ. ഈശ്വരാ, ഇത് എനിക്ക് അയച്ചത് തെണ്ടി പണ്ടാറം അടക്കി പോളേ. റിട്ടേൺ അയക്കാൻ പറ്റുമോ നോക്കാം ഗൈസ്. എടാ എന്നാലും ഏത് തെണ്ടിയടാ ഇങ്ങനെയൊക്കെ ചെയ്യണത്? എൻ്റെ മൂഡ് പോയി ഗൈസ്. നമുക്ക് പറ്റിക്കപ്പെടുമ്പോൾ ഒരു പ്രത്യേക വിഷമമുണ്ട്. കൊള്ളാം. ടിഷ്യൂ ബോക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. തിസോറ എലിഗൻസ് ഇൻ എവറി പുള്ളാണ് ഗൈസ്. എലിഗൻസ് ആണ് ഈ ഊരിക്കൊണ്ടിരിക്കുന്നത്. ഓൺലൈൻ സ്കാമിന് അടിമപ്പെട്ടിരിക്കുകയാണ്, അല്ല ഇരയായിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഞാൻ. #ഇരയോടൊപ്പം. അടുത്തത് ഗൈസ് നമുക്ക് അയച്ചിരിക്കുന്ന സേതു കൃഷ്ണദാസ് ആണ്. ഇതും ഒരു പുസ്തകമാണ് സുഹൃത്തുക്കളെ. ലവ് വില്ല. അപരിചിതരായി വന്നു, കൂടപ്പിറപ്പുകളായി മാറി, ഒടുവിൽ മരണത്തിന് മുൻപിൽ ഒരുമിച്ച് നിന്നു. തിരുവനന്തപുരം, കോഴിക്കോട്, തൊടുപുഴ പല ദേശങ്ങളിൽ നിന്ന് കൊച്ചിയിലെ ലവ് വില്ലയിൽ ഒന്നിച്ചവർ. വീട്ടുടമസ്ഥരായ ഗിരിജയുടെയും കിഷോറിന്റെയും മക്കളായ സായൂജും അശ്വതിയും അവിടെ അതിഥികളായി എത്തിയ കാർത്തികയും ഫിദയും ആൻമറിയയും, ഈ 5 പേർ ഒരൊറ്റ കുടുംബമായി മാറുന്ന മനോഹരമായ കാഴ്ച. സേതു കൃഷ്ണദാസെ, താങ്ക് യു ഫോർ ദിസ് ബുക്ക്. അപ്പോൾ അവര് ഒരു കുടുംബമായി മാറുന്നത് വായിക്കാൻ ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ഐ വിൽ റീഡ് ദിസ്. താങ്ക് യു സോ മച്ച്. കെസേറോ പബ്ലിക്കേഷൻ്റെ ആണ് ഗൈസ്. 180 രൂപ. അപ്പോൾ ഇത് വായിച്ചു നോക്കിയിട്ട് ഞാൻ അങ്ങനെ ഉണ്ടെന്ന് പറയാം. നെക്സ്റ്റ് പാക്കറ്റ്. ഹായ്, ഇതാരാ എനിക്ക് അയച്ചത്? കാർത്തിക് ആണോ ഇത്? എന്തോ ഗൈസ് ഇതിൻ്റെ അകത്ത് കാണും. ആർച്ചീസിന്റെ ഒരു കാർഡൊക്കെ ഉണ്ട് ഗൈസ്. ന്യൂ ഇയറിന് അയച്ചായിരുന്ന ഇത്. എന്റെ ദൈവമേ, ഇത് ഞാൻ കണ്ടില്ലായിരുന്നു ഗൈസ്. ഇതൊക്കെ വന്ന് കിടക്കുന്നത്. ഫ്രം കാർത്തിക് നെന്മിനി. കാർത്തിക് നെന്മിനി, മലപ്പുറത്ത് നിന്നാണ്. പ്രിയപ്പെട്ട കാർത്തിക് ബ്രോയ്ക്ക്, നിങ്ങളുടെ യാത്ര തുടക്കം മുതൽ നിങ്ങളെ പിന്തുടരുന്ന ഒരാളാണ് ഞാൻ. വെറും ഒരു സബ്സ്ക്രൈബർ എന്നതിലുപരി ഹൃദയം കൊണ്ട് നിങ്ങളെ ആരാധിക്കുന്ന ഒരാൾ. കാർത്തിക് നെന്മിനി, ഐ ലവ് യു. നിങ്ങളുടെ മാരത്തോൺ വീഡിയോകളും ഡിക്ഷണറി ചലഞ്ചിനായി നിങ്ങൾ നടത്തിയ ആ നിസ്വാർത്ഥമായ കഠിനാധ്വാനവും എല്ലാം എനിക്ക് ഏറ്റവും വലിയ പ്രചോദനമായിരുന്നു. തോറ്റുകൊടുക്കാതെ മുന്നേറാനുള്ള നിങ്ങളുടെ ഈ ഊർജ്ജമാണ് സ്വന്തമായി ഒരു പുസ്തകം എന്ന എന്റെ കാലങ്ങളായുള്ള സ്വപ്നത്തിലേക്ക് ചിറകുകൾ നൽകിയത്. ഗൈസ്, എത്ര പേരാണ് ഗൈസ് ഡെയർ ടു ഡ്രീം എന്ന ആ ഒരു സ്ലോഗന്റെ പുറകെ അവരുടെ പാഷൻ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഐ ഫീൽ സോ ഡാം
പ്രൗഡ് സെയിങ് ദിസ്. ആദ്യമായിട്ട് ഞാൻ ഡെയർ ടു ഡ്രീം എന്ന വാക്ക് ഉച്ചരിക്കുമ്പോൾ ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല ഇത് ഇത്രത്തോളം ആൾക്കാർ നെഞ്ചിലേറ്റുന്ന ഒരു വികാരമായി മാറുമെന്ന്. ആൻഡ് ഐ എം സോ ഡാം പ്രൗഡ് ഓഫ് ദാറ്റ്. ഇന്ന് ആ സ്വപ്നം മനസ്സിന്റെ പാതകൾ എന്ന ചെറു കഥാസമാഹാരമായി യാഥാർത്ഥ്യമായി ഇരിക്കുന്നു. ഡെയർ ടു ഡ്രീം എന്ന നിങ്ങളുടെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിൽ ഒരു വിശ്വാസമായി മാറുകയായിരുന്നു. ഈ നേട്ടത്തിന് പിന്നിലെ ആവേശം നിങ്ങളുടെ വാക്കുകളാണ് പറയുന്നതിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട്. എൻ്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നുള്ള നന്ദിയും സ്നേഹവും വാക്കുകളിൽ ഒതുക്കാൻ പ്രയാസമാണ്. നിങ്ങൾക്കും കുടുംബത്തിനും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരുന്നു. എന്തെങ്കിലും ഒരിക്കൽ നേരിൽ കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ സ്നേഹപൂർവ്വം കാർത്തിക് നെന്മിനി. ഒരു വെറൈറ്റി പേരാണ് കേട്ടോ, നെന്മിനി എന്ന് സർനെയിമുള്ള കാർത്തിക് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ കാർത്തിക് നെന്മിനിയുടെ പുസ്തകം ഞാൻ പ്രകാശനം ചെയ്ത സുഹൃത്തുക്കളെ, മനസ്സിന്റെ പാതകൾ, കാർത്തിക് നെന്മിനി. പടമൊക്കെ ഉണ്ട് കേട്ടോ, ഒരു പടമൊക്കെ ഉണ്ട്. മനസ്സിന്റെ പാതകൾ ഒരു എഴുത്തുകാരൻ്റെ ആദ്യ പുസ്തകമാണെങ്കിലും ഓരോ പേജിലും അയാൾ കണ്ടും കേട്ടും അനുഭവിച്ചു മറന്ന ജീവിതത്തിന്റെ തന്നെ ശബ്ദമാണ്. വായിച്ചു തീരുമ്പോൾ ഇതിലെ ഏതെങ്കിലും ഒരു കഥ നിങ്ങളുടെ മനസ്സിൽ ഒരു പുതുവഴി തെളിയട്ടെ. 110 രൂപയ്ക്ക് മൈ സ്റ്റോറി പബ്ലിക്കേഷൻ ആണ് ഗൈസ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പോൾ മനസ്സിന്റെ പാതകൾ എന്ന ഈ പുസ്തകത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. കുഞ്ഞു ബുക്കാണ് ഗൈസ്, 40 പേജേ ഉള്ളൂ. പെട്ടെന്ന് പുതിയതായിട്ടൊക്കെ വായിക്കുന്ന ആൾക്കാരാണെങ്കിൽ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് വായിക്കാൻ പറ്റും. ഇടുക്കിയുടെ ചിരി, വായനശാല, ലാസ്റ്റ് ഫ്രെയിം, കണ്ട ഗൈസ് അടിപൊളി. ഇതെന്തായാലും ഞാൻ വായിക്കും. താങ്ക് യു സോ മച്ച് കാർത്തിക് ബ്രോ, ഓൾ ദി ബെസ്റ്റ്. ഈ സംരംഭം ഒരു വലിയ, അല്ലെങ്കിൽ ഈ പുസ്തകം ഒരു വലിയ വിജയമാവട്ടെ. ഇതാണ് കാർത്തിക്കിന്റെ ഫോട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ദിസ്. ഇത് ന്യൂ ഇയറിൻ്റെ ഒരു കാർഡായിരുന്നു കേട്ടോ, എൻ്റെ കൂടെ വന്നതാണ്. ഓക്കെ ഗൈസ്, ലാസ്റ്റ് ഇന്നത്തെ നമ്മുടെ അവസാന പാക്കറ്റ് ഇതാണ്. കണ്ടിട്ട് ഇതൊരു പുസ്തകമാണെന്ന് തോന്നുന്നു. ഫ്രം സംഗീത് കൃഷ്ണ KS, മറവുമൂട് PO. അതെവിടെയാണോ എന്തോ. ഓക്കെ, അപ്പോൾ സംഗീത് കൃഷ്ണയുടെ ഈ പുസ്തകമാണെന്ന് തോന്നുന്നു. ഗൈസ് എന്തോരം എഴുത്തുകാരാണല്ലേ നമ്മുടെ വ്ളോഗ് കാണുന്നത്. അല്ലെങ്കിൽ കത്തുണ്ട്, കത്തിനോടൊപ്പം ഒരു പുസ്തകവുമുണ്ട്. ദ ടാപ്പസ്ട്രി ഓഫ് ലവ്, സംഗീത് കൃഷ്ണ. ഇംഗ്ലീഷിലാണ് കേട്ടോ ഗൈസ് ഈ ബുക്ക്. ആദ്യം ലെറ്റർ വായിക്കാം. ഡിയറസ്റ്റ് കാർത്തിക് സൂര്യ ആൻഡ് വർഷ ചേച്ചി, വർഷയ്ക്കൂടെ ഉള്ളതാണ്. ഹോപ്പ് യു ഗൈസ് ആർ ഡൂയിങ് വെൽ. മൈ നെയിം ഈസ് സംഗീത് കൃഷ്ണ ആൻഡ് ഐ ആം ഫ്രം ട്രിവാൻഡ്രം. I published my debut book, The Tapestry of Love, last February, which is a piece of fiction close to my heart. Since both of you love reading and sharing little piece of life so genuinely, I am so happy and thrilled. എടാ എന്ത് നല്ല ഹാൻഡ് റൈറ്റിംഗ് ആടാ നിന്റെ ഗൈസ്. ആ ഹാൻഡ് റൈറ്റിംഗിന് ഒരു വലിയ ഷൗട്ട് ഔട്ട് കേട്ടോ. ഞാൻ എഴുതി കഴിഞ്ഞാൽ കാക്ക ചീണ്ടിട്ടേക്കണമെന്നിരിക്കും. I am so happy and thrilled to send to you guys a copy. Thank you bro. Gifting my first work to a creator whose contents I really enjoy. This moment is very special. I truly hope you get a chance to read it whenever time allows, and I hope it leaves you with something meaningful. I have tried my maximum with the skill and knowledge I acquired in this 19 years of age. എടാ 19ാമത്തെ വയസ്സിലാണോടാ നീ ഒരു ബുക്ക് എഴുതിയത്? 19ാമത്തെ വയസ്സിൽ ഞാൻ ഹിന്ദിക്കാരൻ്റെ റൊട്ടിയും ദാലും തിന്ന് നടക്കരുത്. In lines of my work, interesting and worth reading. Hoping to hear a review from you guys soon with lots of love and respect. സംഗീത് കൃഷ്ണ. Dare to dream. എല്ലാത്തിൻ്റെ അവസാനമുണ്ട് ഗൈസ്, Dare to dream. ഗൈസ് ഇത് നിങ്ങൾ ഫസ്റ്റ് അത് പറയാൻ വരികയായിരുന്നു. ഫോർ ഡിയറസ്റ്റ് കാർത്തിക് സൂര്യ ആൻഡ് വർഷ, ഹാപ്പി റീഡിങ്. അവൻ്റെ സൈൻഡ് കോപ്പിയാണ് ഗൈസ്. താങ്ക് യു സോ മച്ച് ഗൈസ്. എനിക്ക് അയച്ചു തരുന്ന എല്ലാവരും എനിക്ക് സൈൻ ഇട്ടിട്ടുണ്ടോ ഗൈസ്? എനിക്ക് ആരെങ്കിലും ഒക്കെ ബുക്ക് അയച്ചു തരികയാണെങ്കിൽ നിങ്ങളുടെ ഒരു ഒപ്പും എന്ന് പറഞ്ഞ ഒരു ഓട്ടോഗ്രാഫ് അടങ്ങിയ ബുക്കാണെങ്കിൽ അതിന് വാല്യൂ ഭയങ്കര കൂടും എൻ്റെ മനസ്സിൽ. കാരണം അത് നിങ്ങൾ ഓർത്തിട്ടൊന്ന് ചെയ്യണം ഗൈസ്. ഇനി അയച്ചു തരുന്നവരുണ്ടെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് അത്രമാത്രം ചെയ്താൽ വേറെ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. താങ്ക് യു സോ മച്ച് മുത്തേടാ. ഇത് എന്തായാലും വായിക്കാൻ കേട്ടോ. ദ ടാപ്പസ്ട്രി ഓഫ് ലവ് വെയർ എവറി ത്രെഡ് ഹോൾഡ്സ് എ സീക്രട്ട്. It's about Aris Belmont, an artist who is obsessed with perfection and haunted by a past which he cannot outrun. He stakes his entire career on a magnificent exhibition in the quiet community of Rosewood. He needs a final piece for the exhibition, but more desperately he needs a new beginning. He finds it in Luna. Yes sir. ഒരു ലവ് സ്റ്റോറിയാണ് എഴുതിയിരിക്കുന്നത്. ഒരു 19 വയസ്സുകാരന്റെ മനസ്സിൽ വിരിഞ്ഞ ഒരു പുസ്തകം. എടാ ഇത് ഭയങ്കര ഇംപ്രസീവ് ആണ് കേട്ടോ. ഇത് എനിക്ക് പറയാൻ വാക്കുകളില്ല. ഇത് വൈറ്റ് ഫാൽക്കൺ പബ്ലിക്കേഷൻസ് 399 രൂപയാണ് സുഹൃത്തുക്കളെ ബുക്കിന്റെ കോസ്റ്റ് വരുന്നത്. സംഗീത് കൃഷ്ണ എന്ന റൈറ്റർ. ഇതാണ് പയ്യൻ 19 വയസ്സുള്ളത്. ഇപ്പൊ അവൻ 20 കാണും. കഴിഞ്ഞ ഫെബ്രുവരിയിൽ എന്നല്ലേ പറഞ്ഞത്. കഴിവുള്ള ആൾക്കാരുടെ ഒരു കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് നമ്മുടെ ഈ കാർത്തിക് സൂര്യ വ്ളോഗ്സിലെ ഡെയർ ടു ഡ്രീം കമ്മ്യൂണിറ്റി. ആൻഡ് പ്രൗഡ് ടു സേ നമ്മൾ പൊളിക്കുകയാണ് ഗൈസ്. എന്തോരം ആൾക്കാരാണ് അവരുടെ ഡ്രീംസ് ഫോളോ ചെയ്തിട്ട് അതിൻ്റെയൊക്കെ ഒരു പീസ് അല്ലെങ്കിൽ ഒരു ഇത് എനിക്ക് അയച്ചു തരുന്നത്.
ഹറ്റ്സ് ഓഫ് ടു യു ഗൈസ്. ഇനിയും കീപ് ഡ്രീമിംഗ്, കീപ് ഡൂയിങ് ആൻഡ് ഡെയർ ടു ഡ്രീം ഗൈസ്. അടുത്ത വീഡിയോ കാണുന്നവരൊക്കെ അയ്യോ അത് മഴവില്ല എനിക്ക്. ബൈ ഗൈസ്, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. കാതിൽ മെല്ലെ കിക്കിളി കൂട്ടും. ഇതിപ്പോഴാ എവിടെയെങ്കിലും വെച്ചാൽ മതി.